അളിയാ മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവന്റെ കുലിക്കണ സാധനം പ്രസവിച്ചൊന്ന് വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമാ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യമൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലെയൊക്കെ ചെയ്താനെ. പ്രസവിക്കാനും നിക്കില്ല. നാരണ പ്രസവിച്ച തള്ളി പറയണേ. എന്തറിഞ്ഞിട്ട് പറയണേ? എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ കറക്റ്റ് അല്ലേ? അളിയാ വാ പെണ്ണിനെ ഒന്ന് കണ്ടേച്ചു വരാം. അതെ, എന്താണ് ഇങ്ങോട്ടാണ്? പറയാം. സാർ ഇരിക്കാം. ഇരിക്കി. അളിയാ ബെസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാ. അത് രാത്രിയല്ലേ ടെൻഷൻ ഉണ്ടാവല്ലോ അല്ലേ? ടെൻഷൻ ഉണ്ട്, എന്താ ചെയ്യാ? ഒരു ചെറുതടിച്ചാ മതി, ഒരു പ്രശ്നമില്ല. അതൊന്നും ശരിയാവൂല, മാറിക്കിട്ടോ. ആരമല്ലേ, ഞാൻ 3 അടിച്ചിട്ട് എന്റെ ഫസ്റ്റ് നൈറ്റിൽ കയറിയ. നിന്റെ പെങ്ങൾക്ക് ഒരു തരി പോലും കിട്ടിയില്ല. ബാത്റൂമിൽ കയറുക, മേലൊന്ന് കുളിക്കുക, പല്ലേക്കുക, 2 ഏലക്കായ ചോദിക്കുക, അത്ര ഉള്ള സംഭവം വേണോ? ഇതൊരു ആപ്പൂപ്പ സാധനല്ല, മെയ്ഡ് ഇൻ കാനഡ. കാനഡ? ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ടായിരിക്കും ഒരു 60 ml. വേണ്ട, എന്നാ 30 ml ഒഴിച്ച്. 30 ml? ആരോമലേ, വെള്ളം അടിക്കുന്നവരോട് നിനക്ക് പുച്ഛമാണ് അല്ലടാ? എൻ്റെ ഒടുക്കത്തെ കുടി കാരണമാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തല്ലേ? ഉണ്ണിയളിയോ, നീ ഇങ്ങനെ കുലുക്കിയിട്ട് നടന്നു ബാക്കിയുള്ള രാത്രി ആഘോഷിക്കുന്നുണ്ടെന്നല്ലേ? വിഷമിപ്പിച്ചോട്ടാ. അതിലേക്കൊരു ഓറഞ്ച് പിഴിയ, അതിലേക്കൊരു ഐസ് ക്യൂബ് കൂടി ഇടുക. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് വെച്ച് മിക്സ് ചെയ്ത് കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് പൈനാപ്പിള്, 1 ടീസ്പൂൺ നല്ല തേൻ, പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ബാക്കി പറയാ. എന്നിട്ട് അതെടുത്തിട്ടൊരു ഒറ്റ വലി. അളിയാ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളൊക്കെ കാണാം. ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ ആരോഗ്യത്തിന് തോക്കെയാണോ? ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും മദ്യം കുറവല്ലേ? അല്ലേ കൂടുതലും. സേഫാണ്. സേഫ് ആണല്ലേ? സെറ്റല്ലേ? സെറ്റ്. അളിയാ എന്റെ അടുക്കള എല്ലാം സെറ്റ് അവിടെ. അല്ല, അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മയും കുമ്മിയൊന്നും അറിയില്ലാന്ന്. ഇത് പാൽ കുടിക്കുന്ന പോലെ ഒരാളറിയില്ലാന്ന്. അന്ന് 2 ഗ്ലാസ് പാൽ കുടിച്ചാ മതിയാ? എന്തൊട്ട് കുട്ടിയുണ്ടോ പോലെ അളിയാ. ഇത് കുടിച്ചാ ഈ ഇലക്ക് വെച്ചാൽ മതിട്ടാ. ഓളിസ് വെൽ. അമ്പളിക്ക് വേണ്ടി പറഞ്ഞ അടിക്കാല്ലേ? പിന്നെ ചെല്ല്. എന്താ കരിക്കിരിക്കണ്ടോടെ? കരിക്കാ? നാടൻ സാധനം ഇരിക്കുന്നുണ്ട്, കൂട്ടിരിക്കാനാ. ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇപ്പൊ റെഡി വിളിക്കരുതോ? ഓക്കെളിയാ, പോയിക്കോ. മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരല്ലേ അരച്ചിട്ടാ മതി, വേഗം പോകും. ഞാൻ വിചാരിച്ച നല്ല മുടിയുണ്ടെന്ന് കേട്ടോ. ഇത് മൊത്തം തിരുപ്പനായിരുന്നല്ലോ. ഒട്ടുമില്ല. ആപ്പിളും മുന്തിരിക്ക കാക്കൊത്തി കൊണ്ടുപോയാ? അമ്പിളി, നീ കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, വീട്ടുമോള് ഒറ്റയ്ക്കാണോ?
ഇത് പിടിയിറക്കാങ്ങട്. ആ നീ എന്താ ഏലക്കാന്ന് പറഞ്ഞേ? പൈസ ആ ഞാനപ്പ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു. വീട്ടില് രക്ഷപ്പെട്ടല്ലേ? ചെല്ല് ചെല്ല്. എടിമാരെ ഞാനങ്ങ് പോവാണേ, അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് പാലളക്കി എന്നുള്ളത് ഉറപ്പാ. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര. എന്നാലും ചേട്ടൻ എന്തൊരു മണ്ടന ഇടിക്കാൻ പോകുമ്പോ ആരെങ്കിലും വാച്ച് കിട്ടുമോ? അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പെടയ്ക്കാൻ. എന്ത് പരിപാടിയാണിത്? ഒരടിക്ക് തീരെയില്ല, രണ്ടടിക്ക് തികയില്ല. അങ്ങനെ പോടാ. അയാളോ അയാളുടെ ഒരു ഒടുക്കത്തെ മൊട്ട സിബി. എനിക്ക് പണ്ടേ അറിയാളൂടാ ഇപ്പൊ അയാളെന്നെ ഞാൻ മിണ്ടാടിരുന്നു. അയാൾക്ക് എന്നെ അറിയാൻ പാടില്ല. അയാളെനിക്ക് ഇടിക്കണോടോ. ജോൺസന്റെ വിത്തല്ലേ ഉണ്ണിയാ. ഇങ്ങനെ നീ എങ്ങോട്ടേ പോന്നേ? അതമ്മ ഉണ്ണികളിന്റെ എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, അമ്പിളി അവിടെ റൂമിൽ കാത്തിരിക്കുക. നീ അങ്ങോട്ട് പോയേ. ആ മാമ എന്ന് പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അമ്പിളി വന്നിട്ട് കൊറേ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. ആ താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനെ പറ്റൂ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്ക് സാധനത്തിന് മണം ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണല്ല. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ ആരോമലേട്ട പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ.